നമസ്കാരം. പാകിസ്ഥാൻ സൈന്യം ദീർഘകാലത്തേക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സ്വത്തായി വളർത്തിയെടുത്ത ചാര വനിതയാണ് പിടിയിലായ ജ്യോതി മൽഹോത്ര. ഒരു കൂസലുമില്ലാതെ തന്നെയാണ് ഇവർ ഇപ്പോഴും എന്നതാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത്. അറസ്റ്റിന് ശേഷം ഓരോ ദിവസം കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇവർക്കെതിരെ പ്രധാനമായും 5 കുറ്റങ്ങളാണ് ഹരിയാനയിലെ ഹിസാറിലെ SP കണ്ടെത്തിയിരിക്കുന്നത്. പാക് സൈന്യം വളർത്തിക്കൊണ്ടുവന്ന ദീർഘകാലത്തേക്കുള്ള സ്വത്തായിരുന്നു ജ്യോതി മൽഹോത്ര. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായും നേരിട്ട് ബന്ധമില്ലെങ്കിലും ജ്യോതി മൽഹോത്ര മറ്റ് യൂട്യൂബർമാരുമായും ആഴത്തിൽ ബന്ധം സ്ഥാപിക്കുകയും സൈന്യം സംബന്ധിച്ച നുണങ്ങൾ കലർത്തിയ ആഖ്യാനങ്ങൾ കഥകളും യൂട്യൂബ് വഴി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. പൊതുവെ ദീർഘകാലത്തേക്കുള്ള ഒരു വിലപിടിച്ച സ്വത്തായാണ് പാകിസ്ഥാൻ സൈന്യം ജ്യോതി മൽഹോത്രയെ കണ്ടതെന്ന് ഹിസാർ SP ശശാങ്ക് കുമാർ സാവൽ പറയുന്നു. ജ്യോതി മൽഹോത്രയും മറ്റ് യൂട്യൂബർമാരും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും പ്രവർത്തകരുമായി ബന്ധം പുലർത്തിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്ന ദിവസങ്ങളിൽ ജ്യോതി മൽഹോത്ര പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്ത്യ ഈ അപകടകാരിയായ ഉദ്യോഗസ്ഥനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മൂന്നാമതായി ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ കൂടിയാണ് ജ്യോതി മൽഹോത്ര. പാകിസ്ഥാനിൽ പലതവണയും ചൈനയിൽ ഒരു തവണയും സന്ദർശനം നടത്തിയെന്നതാണ്. 2023 ജ്യോതി മൽഹോത്ര ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിച്ചത്. കമ്മീഷൻ ഏജന്റുമാർ വഴി വിസ സംഘടിപ്പിക്കുകയായിരുന്നു. പാകിസ്ഥാനിലെത്തിയ ശേഷം ഇവർ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷ് എന്ന എഹ്സാൻ ഉർ റഹ്മാനുമായി ബന്ധപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിച്ചതോടെ ഡാനിഷ് എന്ന എഹ്സാൻ ആർ റഹ്മാനോട് 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ചാരപ്രവർത്തനത്തിന്റെ പേരിലും ഇന്ത്യയിലെ സൈനിക നീക്കം അപ്പോൾ ഇയാൾ അറിയുന്നതായി ബോധ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് ഡാനിഷ് എന്ന എഹ്സാൻ ഉർ റഹ്മാനോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലെ ഡാനിഷ് എന്ന എഹ്സാൻ ഉർ റഹ്മാൻ എന്ന ഉദ്യോഗസ്ഥനോടാണ് ജ്യോതി മൽഹോത്ര ഇന്ത്യൻ സേനയുടെ രഹസ്യ വിവരങ്ങൾ കൈമാറിയിരുന്നത്. കൂടാതെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന് അനുകൂലമായി കഥകൾ ചമയ്ക്കുക എന്ന ലക്ഷ്യത്തിനായി പാകിസ്ഥാൻ ജ്യോതി മൽഹോത്രയെ ഉപയോഗിച്ചു. അവർ മറ്റ് യൂട്യൂബ് ചാനൽ ഉടമകളുമായി ബന്ധപ്പെട്ടു. പിന്നീട് ഇവരെല്ലാം ചേർന്ന് പാകിസ്ഥാൻ അനുകൂലമായ യുദ്ധകഥകൾ സ്വാഭാവികം എന്ന മട്ടിൽ അവതരിപ്പിച്ചു. ഇത് പാകിസ്ഥാൻ രഹസ്യസേനയുടെ ഒരു സ്ഥിരം തന്ത്രമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവർമാർ ഉള്ള ഇൻഫ്ലുവൻസർമാരെ പണം നൽകി വിവാഹ വാഗ്ദാനം നൽകിയെല്ലാം സ്വന്തം അജണ്ട നടപ്പാക്കാൻ ഉപയോഗിക്കുക എന്നത്. അതേസമയം ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, ഭാരതീയ ന്യായ സംഹിത എന്നിവ പ്രകാരമാണ് ജ്യോതി മൽഹോത്രക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. ഇവരുടെ ധന ഇടപാടുകൾ, യാത്രാ ചരിത്രം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ കൃത്യമായ ചില സൂചനകൾ ലഭിച്ചിരുന്നു. ഇക്കാര്യങ്ങളിൽ കുറ്റങ്ങൾ ചാർത്താവുന്ന കൃത്യമായ തെളിവുകളും ലഭിച്ചു. കൂടാതെ ചാരപ്പണി കേസിൽ അറസ്റ്റിലായ വനിതാ വ്ലോഗർ ജ്യോതി മൽഹോത്ര പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചതായും ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ യാത്ര ഉൾപ്പെടെ നിരവധി തവണ ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ജ്യോതി ചൈനയിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ജ്യോതി പോലീസിന് 5 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നവരെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഹരിയാന പോലീസ് അധികൃതർ പറയുന്നു. ജ്യോതിയെയും ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതേസമയം ജ്യോതിയുടെ വരുമാനത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഹരിയാന പോലീസിന് പുറമെ കേന്ദ്ര ഏജൻസികളും അന്വേഷണവുമായി ബന്ധപ്പെട്ടു പോകുന്നു. പോലീസ് കസ്റ്റഡിയിലുള്ള ജ്യോതിയെ വരും ദിവസങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തേക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.